നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതോടെ, അതായത് BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതോടെ, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതോടെ ഇന്ത്യൻ സൈന്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് പ്രതിരോധ മേഖലയിൽ വലിയ ഒരു അഴിച്ചുപണി തന്നെ നരേന്ദ്രമോദി സർക്കാർ നടത്തി. പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ വിഷമങ്ങൾ, അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം നരേന്ദ്രമോദി നേരിട്ട് ഇന്ത്യൻ സൈനികരുമായി ആശയവിനിമയം നടത്തി, ചർച്ച നടത്തി, അതിനുള്ള എല്ലാ പരിഹാരങ്ങളും കണ്ടു. അതിനുശേഷമാണ് ഈ ഇന്ത്യൻ സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് വന്നത്. ഇപ്പോഴും ഇതാ ഇന്ത്യൻ സൈനികർക്ക് അവരുടെ വസ്ത്രങ്ങളിൽ അവരുടെ യൂണിഫോമിൽ വലിയൊരു ഔദ്യോഗികമായ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് തദ്ദേശവൽക്കരണവും ഭാരതത്തിന്റെ ദേശീയ മൂല്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ വസ്ത്രധാരണ ചട്ടങ്ങളിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം. മോദി സർക്കാരിന് കീഴിൽ സൈന്യത്തിന്റെ പുതിയ മുഖമായി മാറിയിരിക്കുകയാണ് യൂണിഫോമിലെ ഈ മാറ്റം. രാഷ്ട്രത്തിന്റെ വികാരങ്ങൾക്കും ഉദിച്ചുയർന്നുവന്ന പരമാധികാര സ്വത്വത്തിനും അനുസൃതമായി സൈനിക യൂണിഫോം എന്നാണ് യൂണിഫോം സംബന്ധിച്ച് പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ ലഘുരേഖയിൽ പറയുന്നത്. പുതിയ യൂണിഫോമുകൾ ഉൾപ്പെടുത്തുകയും നിലവിലുള്ള ചില വസ്ത്രധാരണ രീതികൾ പരിഷ്കരിക്കുകയും ചെയ്തതോടെ സൈനികരുടെ ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കും കൂടുതൽ അനുയോജ്യമായ ഒരു സംവിധാനത്തിലേക്കാണ് സൈന്യം നീങ്ങുന്നത്. യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന കോമ്പാക്ട് യൂണിഫോമുകൾ, ഔദ്യോഗിക ചടങ്ങുകൾക്കുള്ള സെറിമോണിയൽ യൂണിഫോമുകൾ, ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും സ്റ്റേഷൻ ഡ്യൂട്ടികൾക്കുമായി ഉപയോഗിക്കുന്ന സർവീസ് യൂണിഫോമുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി വസ്ത്രങ്ങൾ നിലവിലുണ്ട്. ഓരോ യൂണിഫോമിനും പ്രത്യേക ചുമതലയും സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ യൂണിഫോമുകൾ അവതരിപ്പിക്കുമ്പോൾ അത് സൗന്ദര്യപരമായ മാറ്റം മാത്രമല്ല, പ്രവർത്തനപരമായ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശൈത്യകാല യൂണിഫോമുകളുടെ വിപുലീകരണമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകൾ രാജ്യത്തിന്റെ അതിശൈത്യ മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്നതിനാൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ അനുയോജ്യമായ വസ്ത്രങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ ഭാഗമായാണ് 3B എന്ന പേരിൽ ഒരു പുതിയ ശൈത്യകാല യൂണിഫോം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിഫോമിന്റെ പ്രധാന പ്രത്യേകത അതിനോടൊപ്പം നൽകിയിരിക്കുന്ന പുതിയ വിന്റർ ജാക്കറ്റാണ്. ഇതുവരെ സമാനമായ ജാക്കറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയിലും നാവികസേനയിലും ഉപയോഗിച്ചു വരികയായിരുന്നു. ഇപ്പോൾ കരസേനയിലും അതേ മാതൃക സ്വീകരിച്ചതോടെ 3 സേനാഭാഗങ്ങൾക്കിടയിൽ ഒരു ഏകീകരണത്തിന്റെ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതോടൊപ്പം കോമ്പാക്ട് ഭാഗത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 7A എന്ന പേരിൽ പുതിയ യൂണിഫോം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേക ടീഷർട്ടും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധ പരിശീലനങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും കൂടുതൽ സൗകര്യവും അതോടൊപ്പം തന്നെ ചലന സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. കൂടാതെ 7B എന്ന പേരിൽ ഒരു പുതിയ ശൈത്യകാല കോമ്പാക്ട് ജാക്കറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലോ ഉയർന്ന പർവ്വത മേഖലകളിലോ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ഇതേറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈന്യത്തിന്റെ ചടങ്ങുകളും പരേഡുകളും ചരിത്രപരമായ പ്രാധാന്യമുള്ളവയാണ്. ഇത്തരം അവസരങ്ങളിൽ ധരിക്കുന്ന യൂണിഫോമുകൾ സൈനിക പാരമ്പര്യത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 1C എന്ന പേരിൽ ഒരു പുതിയ ശൈത്യകാല സെറിമോണിയൽ യൂണിഫോം ഓഫീസർമാർക്കായി അവതരിപ്പിക്കുന്നത്. സൈനികരുടെ സൗകര്യം, അതോടൊപ്പം തന്നെ പ്രവർത്തനക്ഷമത, പ്രൊഫഷണൽ പ്രതിച്ഛായ എന്നിവയെല്ലാം പരിഗണിച്ചാണ് യൂണിഫോമിലെ ഈ മാറ്റങ്ങൾ. യുദ്ധസജ്ജതയും അതോടൊപ്പം തന്നെ അച്ചടക്കവും നിലനിർത്തുന്നതിനോടൊപ്പം സൈനികരുടെ ദൈനംദിന ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. പാരമ്പര്യവും അതോടൊപ്പം തന്നെ ആധുനികതയും കൈകോർക്കുന്നതാണ് യൂണിഫോമിലെ മാറ്റങ്ങൾ. ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ സൈന്യം തയ്യാറെടുക്കുക ആണെന്ന ഒരു സന്ദേശമാണ് സൈനിക യൂണിഫോമിലൂടെ പുതിയ മാറ്റങ്ങൾ നൽകുന്നത്.